ഹലോ ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ട്രാവൽ വ്ലോഗാണ്. പോണ്ടിച്ചേരിയിലേക്കാണ് ഞങ്ങൾ പോയത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. ഞങ്ങൾ ഈ യാത്ര പോയത് ബസ്സിലാണ്. സ്ലീപ്പർ ബസ് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വൈറ്റിലയിൽ നിന്ന് വൈകിട്ട് 7 മണിക്കാണ് ബസ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളുടെ കൂടെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ബസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പിന്നെ ആദ്യം ലൈറ്റൊക്കെ കണ്ടപ്പോൾ അതൊരു സന്തോഷമായി. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ബസ് പാലക്കാട് നിർത്തി. പാലക്കാട് നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കയറി കിടന്നുറങ്ങി. രാവിലെ ആയപ്പോൾ പോണ്ടിച്ചേരി എത്തി. അവിടെ നിന്നൊരു സ്കൂട്ടർ 2 ദിവസത്തേക്ക് റെൻറ്റിനും എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് റൂമിലേക്ക് പോന്നു. റൂം നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പോണ്ടിച്ചേരി റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ട്രീബോ സൗത്ത് അവന്യൂ ഹോട്ടലായിരുന്നു. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റൊക്കെയാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിലൊക്കെ കയറി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ കുളിച്ച് ഫ്രഷായി ബീച്ചിലേക്കൊക്കെ പോകാനുള്ള പ്ലാനാണ്. ഞങ്ങൾ ആദ്യം പോയത് വൈറ്റ് ടൗണിൻ്റെ അടുത്തുള്ള റോക്ക് ബീച്ചിലേക്കാണ്. ഈ ബബിൾസൊക്കെ കണ്ടപ്പോൾ പിന്നെ അത് ബീച്ചിൽ ഇറങ്ങണ കാര്യം മറന്നു. കുറേ നേരം അതിൻ്റെ പുറകെ ഓടി അവിടെ കിടന്ന് കളിച്ച്. കുറേ പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അതും ഇങ്ങനെ കളിച്ച് നന്നായിട്ട് വിഷമിച്ച്. പിന്നെ പറഞ്ഞ് നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ക്രാഫ്റ്റ് ബസാറിലേക്കാണ് വന്നത്. ക്രാഫ്റ്റ് ബസാറിൽ ഒരുപാട് ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഒരുപാടുണ്ടായിരുന്നു. ഏത് വാങ്ങിക്കണമെന്നുള്ള കൺഫ്യൂഷനിൽ ഞാനിങ്ങനെ നോക്കി നടന്നു. അവസാനം ആദ്യം ഇഷ്ടപ്പെട്ട 2-3 കളിപ്പാട്ടം അവളങ്ങനെ ഞങ്ങളെ സെലക്ട് ചെയ്ത് കാണിച്ച് ഇത് തന്നെ വേണം എന്ന് പറഞ്ഞ് വാങ്ങിപ്പിച്ച്. പിന്നെ ഞാൻ എന്ത് വാങ്ങിക്കുമെന്നായി. ഇവളുടെ കളിപ്പാട്ടം കൊണ്ട് തന്നെ ബാഗ് നിറയുമെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ നോക്കി നടന്നു. എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു, വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പറഞ്ഞ് എന്നാൽ എന്തെങ്കിലും ഒരു പ്രയോജനമുള്ള സാധനം ബാഗ് വാങ്ങിക്കും, അതാകുമ്പോൾ ഇനി വാങ്ങിക്കുന്ന സാധനങ്ങളെല്ലാം ബാഗിലേക്ക് ആക്കാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ അവസാനം ഈ ബാഗ് വാങ്ങിച്ച്. അവർ 350 രൂപ ഇതിന് പറഞ്ഞെങ്കിലും പറഞ്ഞ് സംഭവം 250 രൂപയ്ക്ക് നമുക്ക് കിട്ടി. അങ്ങനെ ഈ ബാഗുമായിട്ട് ആദുവിൻ്റെ കളിപ്പാട്ടങ്ങളും ഇട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. നന്നായിട്ട് വിശന്നിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് വന്നപ്പോൾ തന്നെ ആദു ഐസ്ക്രീം കണ്ടു. പിന്നെ ആദുവിന് ഐസ്ക്രീം വേണമെന്നായി. അങ്ങനെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാത്തതിൻ്റെ ദുഃഖത്തിലിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ വേണ്ട, നമുക്ക് ഫ്രൈഡ് റൈസ് കഴിക്കാമെന്ന് പറഞ്ഞു.
കേട്ടപ്പോൾ തന്നെ ആൾ ഹാപ്പി. പിന്നെ ഫ്രൈഡ് റൈസ് കഴിക്കാനുള്ള സന്തോഷത്തിൽ ഐസ്ക്രീമിൻ്റെ കഥ മറന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡും കഴിച്ച് നേരെ റൂമിൽ പോയി കിടന്നുറങ്ങി. രാവിലെ തന്നെ സൺറൈസ് കാണണമെന്ന് പ്ലാനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ക്ഷീണം കൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് നേരം കിടന്നുറങ്ങി. സാധാരണ ആദു നേരത്തെ എഴുന്നേക്കാറുള്ളതാണ്, പക്ഷേ ക്ഷീണം കൊണ്ട് ആദു ഉറങ്ങിപ്പോയി. പിന്നെ ഞങ്ങൾ എണീറ്റു, ഒന്ന് ഫ്രഷായി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, അതും കഴിച്ച് ഓറോവില്ലിലേക്കാണ് പോയത്. അങ്ങനെ ഓറോവിലെത്തി. ഫ്രണ്ട് വരാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. വണ്ടി പാർക്കിങ്ങിൽ വെച്ചിട്ട് അപ്പോൾ തന്നെ ഫ്രണ്ട് വന്നതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് നടക്കാൻ തുടങ്ങി. നടക്കാൻ ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു, 10-30 മിനിറ്റോളം നടന്നു. നന്നായിട്ട് നടന്ന് വിഷമിച്ചു. ഒരുപാട് വെയിലുണ്ടായിരുന്നില്ല, പക്ഷെ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളുണ്ടായില്ല. ഇടയ്ക്ക് തണലൊക്കെ ഉള്ള മരങ്ങളൊക്കെ ഉള്ള സ്ഥലമായിരുന്നു ആദ്യമൊക്കെ. കുറച്ച് സ്ഥലത്ത് വെയിലുണ്ടെങ്കിലും അത്യാവശ്യം തണലുള്ള സ്ഥലമായത് കാരണം ക്ഷീണം അങ്ങനെ അറിഞ്ഞില്ല. തിരക്കുണ്ടായിരുന്നെന്ന് തോന്നി. ഞങ്ങൾ കയറിയപ്പോൾ കുറച്ച് ആൾക്കാർ അവിടെ നിങ്ങോട്ട് ഇറങ്ങി വരണുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ച് നല്ല തിരക്കായിരിക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ നടന്നു, കുറച്ച് ദൂരം അങ്ങനെ നടന്നു. ആദ്യം ഇടയ്ക്ക് ഓരോ പൂവൊക്കെ പറിച്ചിട്ട് അമ്മ ഇത് വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുന്നൊക്കെ എന്നോട് പറയാനുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു, പക്ഷേ ഈ തണലുള്ളതുകൊണ്ട്, തണുപ്പ് കാറ്റും ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് ക്ഷീണമൊന്നും ഉണ്ടായില്ല. നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ ഫോട്ടോസ് കാണും. ഇത് കാണുമ്പോൾ ഞാൻ ആദുവിനോട് പറയും, ആദു ഇതൊക്കെ ഇവിടെ ഉണ്ട്, നമുക്കിതൊക്കെ കാണാം എന്ന് പറയുമ്പോൾ ആദു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായി. ഇതൊക്കെ ഇവിടെ ഉണ്ടോ, ഇതൊക്കെ കാണാൻ പറ്റുമെന്നുള്ള ചോദ്യങ്ങളായി. പിന്നെ കാണാൻ നല്ല ഭംഗിയൊക്കെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ പിന്നെയും നടന്നു. ആദുവിന് അതിനിടയ്ക്ക് ഒരു സ്വഭാവമുണ്ട്, എവിടെയെങ്കിലും പ്രാണികളെയോ പാറ്റേനെയോ ഒക്കെ കണ്ടാൽ അവളത് കണ്ടുപിടിക്കുമെന്ന് മാത്രമല്ല അത് വിളിച്ച് ഞങ്ങളെ കാണിച്ചും തരും. അങ്ങനെ അതും അവിടെ കുറേ പ്രാണികളെ കണ്ടുപിടിച്ച് ഞങ്ങളെ കാണിച്ചു തന്നു. പിന്നെ ഞങ്ങൾ പതുക്കെ അവിടെ ഇരിക്കാമെന്നുള്ളൊരിതായി.
അവിടെ കുറച്ച് ബെഞ്ചൊക്കെ ഉണ്ടായിരുന്ന കാരണം കുറച്ച് നേരം ആ ബെഞ്ചിലൊക്കെ ഇരുന്നു. നല്ല തണുപ്പായിരുന്നു. അങ്ങനെ 10 മിനിറ്റ് അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെയും ഞങ്ങൾ നടക്കാൻ തുടങ്ങി. വിനു അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതും നമ്മളിപ്പോൾ എത്തും, കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ, ഇപ്പം എത്തും എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച്. അത് കേട്ട് ഞങ്ങൾ സമാധാനിച്ച് വിനു നടന്നു. ഏകദേശം ഞങ്ങൾ നടന്ന് അവിടെ എത്താറായി എന്ന് തോന്നുന്നു. പിന്നെ കണ്ടൊരു കാഴ്ച ഇതാണ്. ഒറ്റ കല്ലിൽ കൊത്തിയ കുറച്ച് ശില്പങ്ങൾ. അതിനകത്ത് നല്ലോണം പെയിൻ്റൊക്കെ അടിച്ച് നല്ല ജീവനുള്ളതുപോലെയാക്കി. അവിടെയുള്ള ജീവികളൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നണത്. ഇതിനൊന്നും പേരെനിക്കറിയില്ല. പാമ്പിനെ മനസ്സിലായി. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ആദ്യം വിനും കുറച്ച് സ്പീഡിൽ പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർക്കിത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അവരിത് കണ്ടില്ല. ഞാൻ പിന്നീട് വീഡിയോയിൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അവരിത് കണ്ടത്. ഇങ്ങനെയും അവിടെ ഉണ്ടായിരുന്നോന്ന്. എന്താണെങ്കിലും എനിക്ക് ഈ യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ചകളിൽ ഒരെണ്ണം ഇതായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാൻ. കുറച്ച് വീഡിയോസും ഫോട്ടോസും ഇതിൻ്റെ എടുത്ത് ഞങ്ങളങ്ങനെ നടന്നു. അതും ഇത് വീഡിയോ കണ്ടപ്പോൾ പറഞ്ഞു കണ്ടില്ല ബഹളം വെച്ചു. അതും അവിടെ കാണിച്ചു തന്ന പ്രാണി ആണിത്. ഈ പ്രാണിയാണ് ഞങ്ങൾ പലതവണയായി പല സ്ഥലങ്ങളിലും അത് കാണിച്ചു തന്നുകൊണ്ടിരുന്നത്. ഈ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം നടന്ന് ഇത്തിരി ക്ഷീണിച്ചെങ്കിലും പിന്നെ ഞങ്ങൾ എത്തിയ സ്ഥലം നല്ല തണുപ്പും നല്ല കാറ്റുമായിരുന്നു. ഞങ്ങളവിടെ കുറച്ച് നേരം ഇരിക്കാനുള്ള പ്ലാനൊക്കെ ചെയ്തു. പക്ഷെ ഇരിക്കാനായിട്ട് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ മരത്തിന് ചുറ്റും കുറച്ച് നേരം നടന്നു വീഡിയോസൊക്കെ എടുത്ത് വീണ്ടും നടക്കാൻ തുടങ്ങി. നടക്കാനല്ല, അത് ഓടാൻ തുടങ്ങി. ഞങ്ങൾ പുറകെ നടക്കാൻ. ഏകദേശം അടുത്ത് എത്താറായി. അത് ഓടി ചെന്ന് പിന്നെ കണ്ട കാഴ്ച ഇതായിരുന്നു. ഇതാണ് ഓറോവിൽ. നമുക്കതിനകത്തൊക്കെ കയറാം, പക്ഷെ അതിനൊരു ടൈമൊക്കെ ഉണ്ട്. ഞങ്ങൾ ആ ടൈമൊക്കെ കഴിഞ്ഞാണ് എന്താണെങ്കിലും അവിടെ എത്തിയത്. നേരത്തെ തന്നെ ബുക്ക് ചെയ്യണമായിരുന്നു. നടന്നും ഓടിയും ക്ഷീണിച്ചൊക്കെ വന്ന ആദ്യം ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇതിൻ്റെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ തിരക്കുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ അവിടെ നിന്നൊക്കെ മാറി ആരും അധികം വന്ന് നിൽക്കാത്തൊരു സ്പേസ് നോക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഈ യാത്രയിൽ ഏറ്റവും നല്ല മെമ്മറിയും ഏറ്റവും നല്ല ഫോട്ടോസും കിട്ടിയ സ്ഥലം ഇതാണ്. ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല. ഇന്ന് വൈകിട്ട് തന്നെ തിരിച്ച് ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോരണമായിരുന്നു. രാത്രി 10 മണിക്കാണ് ഞങ്ങളുടെ ബസ്സിൻ്റെ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിനി അവിടെ സമയം കളയാനില്ലാത്ത കാരണം ഞങ്ങൾ റൂമിലേക്ക് വന്ന് ഫ്രഷായിട്ട് വേഗം ബാഗും എടുത്ത് പാക്ക് ചെയ്ത് ഇറങ്ങി. പോണ്ടിച്ചേരിയിൽ ഞങ്ങൾ താമസിച്ച ഹോട്ടൽ ഇതാണ്. സൂപ്പറായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ബൈ പറഞ്ഞ് വണ്ടി എടുത്തിട്ട് പിന്നെ ബസ് സ്റ്റോപ്പിലേക്കാണ് പോയത്. വണ്ടി റെൻറ്റിന് എടുത്ത സ്ഥലവും ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെയാണ്. അങ്ങനെ ബസ് വരുന്ന സ്ഥലത്ത് എത്തിയപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ബസ് ലേറ്റാണെന്ന്. കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ ബസ് വന്ന് വെളുപ്പിനെ ഞങ്ങൾ എറണാകുളത്തെത്തി. ഇതുവരെ ഈ വീഡിയോ കണ്ട നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു. ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിച്ച് അടുത്ത വീഡിയോയുമായി ഉടനെ വരാം.